ഈ ഒരു തവണ ഞങ്ങൾ മൈസൂർ പോയപ്പോൾ വിസിറ്റ് ചെയ്തൊരു സ്ഥലമാണ് പായന കാർ മ്യൂസിയം. മൈസൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ഭാഗങ്ങളിൽപ്പെട്ട ശ്രീരംഗപട്ടണയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കാറിൻ്റെ ടയറിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു മ്യൂസിയം അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷം 2024 ഏപ്രിൽ 1 തൊട്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അത്യാവശ്യം വിശാലമായ ഒരു കാർ പാർക്കിംഗ് സ്പേസ് എല്ലാം ഇവിടെയുണ്ട്. പുറമേ തന്നെ ചുറ്റി നടന്ന് കാണാനും അത്യാവശ്യം ഈ ടീ സ്നാക്സ് എല്ലാം കഴിക്കാനുള്ള ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് ചാർജ് എൻ്റെ ഓർമ്മയിൽ അത് 100 രൂപയായിരുന്നു ഒരാൾക്ക്. അത് വർത്തായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. 7 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമാണ്. പയാന എന്ന വാക്കിനർത്ഥം യാത്ര എന്നാണ്. വിൻറ്റേജ് കാറുകളുടെ ഒരു അതിമനോഹരമായ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ തുടക്കം തന്നെ നമുക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ടയറുകൾ, കാളവണ്ടി അങ്ങനത്തെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ വണ്ടികളും നമ്മൾ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ എൻജിനുകൾ, 2 സ്ട്രോക്ക് എൻജിൻ, 4 സ്ട്രോക്ക് എൻജിൻ, അങ്ങനത്തെ ഡീസൽ എൻജിൻ, പെട്രോൾ എൻജിൻ, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഈ പയാന കാർ മ്യൂസിയം. വിൻറ്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ തന്നെ നമുക്കുണ്ട്. അവരും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ഒരു മ്യൂസിയം വളരെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. 2 നിലയിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാളവണ്ടികൾ, കാറുകൾ, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കാറുകൾ. അങ്ങനെ ഓരോ കാറുകളുടെയും അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാം അതിനോട് ചേർന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക സന്ദർശനങ്ങളിൽ ഗാന്ധിജി ഉപയോഗിച്ച കാറ് വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗാന്ധിജി മാത്രമല്ല, പല സെലിബ്രിറ്റീസ് ഉപയോഗിച്ച കാറുകൾ, അത് ഓരോ കാറിൻ്റെയും അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചില കാറുകളുടെയൊക്കെ ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. കാരണം അന്നത്തെ കാലത്ത് അതിൻ്റെ ഇത്രയും സ്പീഡുള്ള എഞ്ചിനുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലെജൻഡറി വെഹിക്കിളായ അംബാസഡർ ഇവിടെ കാണാൻ സാധിച്ചു. ഈ ഒരു കാറായിരുന്നു തോന്നുന്നു മൈസൂരിലെ രാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചിരുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 വീലർ, അത് ഇപ്പോഴത്തെ 2 വീലറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബുള്ളറ്റൊക്കെ ഏറ്റവും അവസാനം വരുന്നുണ്ട്. പണ്ടത്തെ നമ്മുടെ ചേതക്ക് അതെല്ലാം നമുക്കിവിടെ കാണാം. RX 100 എല്ലാം ഉണ്ടായിരുന്നു. കൈനറ്റിക്, ഹോണ്ട. അതാണ് വെഹിക്കിൾസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്നൊരു മ്യൂസിയം തന്നെയാണിത്. ഇതെങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാനുള്ളത് കൊണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഒരു 1 ടൈം വിസിറ്റിന് എന്തായാലും ഇതുണ്ട്. നമ്മുടെ ലെജൻഡറി അംബാസഡർ 1961 മോഡൽ. കാറുകളെ പറ്റി വലിയൊരു വിവരങ്ങൾ എനിക്ക് നൽകാൻ സത്യം പറഞ്ഞാൽ അതിനുള്ള വിവരം എനിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലോട്ടൊന്നും ഞാൻ പോകാതെ. ഓരോ കാറുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതെല്ലാം അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് ലോറികളും അങ്ങനെ പിന്നെ പണ്ടത്തെ കോണ്ടസ കാറ്, അംബാസഡർ, മാരുതി, സെൻ, അങ്ങനത്തെ പല വെഹിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഡെൻമാർക്കിലെ അലക്സാണ്ട്ര രാജ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള ഫിയറ്റ് 501 വെഹിക്കിളെല്ലാം നമുക്കിവിടെ ഉണ്ട്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു 90s കിഡ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് കണ്ടുവന്ന പല കാറുകളും, ഇന്ന് പ്രത്യക്ഷമായ കാറുകളെല്ലാം നമുക്കിവിടെ കാണാം. ആർമി വെഹിക്കിൾസ്,
പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആർമി വെഹിക്കിൾസ്, അതിൻ്റെയൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഈ ഒരു കാർ മ്യൂസിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വേറൊരു മ്യൂസിയം കൂടിയുണ്ട്. അവിടെ നമുക്ക് ഈ പിൻ ഹോൾ ക്യാമറ മുതൽ മറ്റേ ഗ്രാമർ ഫോണുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്തെ പുരാവസ്ഥയൊക്കെ നമ്മളൊരു ഫുൾ കാറിൻ്റെ പല പല പാർട്സ് അവർ അഴിച്ചു വെച്ചിരിക്കുന്നു, അതിൻ്റെ ഓരോ കളക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഒരുപാടുണ്ട് കാണാനായിട്ട്. ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു മ്യൂസിയം. പണ്ട് കാലത്തെ വസ്തുക്കളെല്ലാം നമുക്ക് സൂക്ഷിച്ച്, പണ്ടത്തെ ക്യാമറകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റേഴ്സ്, ഓരോ സ്റ്റാച്യൂസ്, പണ്ട് കാലത്തെ ക്ലോക്കുകൾ എല്ലാം ഉണ്ട്. പണ്ടത്തെ കളക്ഷൻസ്, ഈ കോയിൻ കളക്ഷൻ, കറൻസി കളക്ഷൻ, അതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് കണ്ടിരിക്കാം. അതാണ് മ്യൂസിയംസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കാർ മ്യൂസിയവും അതോട് ചേർന്ന് തന്നെ നടക്കുന്ന ഈ ഒരു ഗാലറി. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പയ്യെ ഇറങ്ങി നമ്മൾ പാർക്കിങ്ങിലോട്ട് നടക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മൈസൂരിൽ വരുന്നവരെല്ലാം വിസിറ്റ് ചെയ്യുക. താങ്ക് യു.